വൃത്തത്തിലെ ശൂന്യതയില് ഗുരുജി ഒരു താഴ്ന്ന മനസ്സിനെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മള് ഇത്രയും ദിവസം മുമ്പേ ഇതൊക്കെ എന്തായിരുന്നു, നിരീക്ഷകന്റെ കാര്യവും പിന്നെ സത്തയുടെ കാര്യവും അതെല്ലാം പിന്നെ ഇത് രണ്ടും പിന്നെ പിന്നെ അനുഭവിച്ചറിയാൻ ക്ലാരിറ്റി കിട്ടാത്തത് അഭിലാഷങ്ങളും ഒക്കെ ആണ് മൈൻഡ് ലെവലിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, നിർവചനങ്ങളും ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ക്ലാസ്സിലും ആ മൈൻഡിനെ കുറിച്ച് തന്നെ ഒന്നുകൂടെ ഗുരുജി പറയാണ്. അത് ആദ്യം എനിക്കൊരു വിഷമം വന്നു, ഇത്രയായിട്ടും നമ്മൾ ആ മൈൻഡിനെ പാകപ്പെടുത്തിയെടുത്തില്ലല്ലോ. പക്ഷെ ഇത് ഇപ്പൊ ഈ ഡിസ്കഷൻ വേണ്ടിയതാണ്. കാരണം ഇപ്പൊ വരുന്നവർക്കും ഇത് വളരെ വാല്യുബിൾ ആണ്. പിന്നെ വിവേക ബുദ്ധി ആണെങ്കിലും ഉപയോഗിച്ച് എങ്ങനെ അവരുടെ മൈൻഡിനെ സൈലന്റ് ആക്കാമെന്നുള്ളത് മനസ്സിന്റെ ആ അവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ട് പിന്നെ ഗുരുജി അത് പിന്നെ ക്ലിയർ ആക്കുകയാണ്. ഇപ്പൊ ഡൗട്ട് ചോദിക്കാൻ ഞാൻ വിളിച്ചപ്പോഴും ഗുരുജി പറഞ്ഞായിരുന്നു, ഇപ്പോ നേരിട്ട് സത്തയെ, അത് മൂന്നാം മണിയാണ്, സത്തയോ അല്ലെങ്കിൽ നിരീക്ഷകന് സത്തയുടെ അടുത്തുള്ളത്, അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടണം എന്നില്ല. പക്ഷെ അതിൽ എത്താനായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ ഈ മനസ്സിനെ അഴിച്ചു പണിയുക. ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ എല്ലാ മാസ്റ്റേഴ്സും പറഞ്ഞു തരില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പാണ് ഇനിയും ആദ്യം നമ്മൾ അവിടെ എടുക്കേണ്ട. മൈൻഡിനെ, കള്ള മൈൻഡിനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം. അപ്പൊ ഒരു സാധകൻ ആ അവനവന്റെ മൈൻഡിനെ കുറിച്ച് വളരെ ബോധവാനായിരിക്കണം. അപ്പോ അതിനെക്കുറിച്ച്, ആ മൈൻഡിനെ കുറിച്ച്, മൈൻഡിന്റെ ഒരു ആസ്പെക്ട് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നു. അതേ മനസ്സിന്റെ വേറെ ഒരു കുറച്ചുകൂടെ പിന്നെ ഈ വിഷം നിറഞ്ഞ മനസ്സിന്റെ പോലെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മൈൻഡിനെ കുറിച്ച് പറയുന്നു. പിന്നെ ആദ്യത്തെ കാര്യം പറയുന്നത്, ഇപ്പൊ ഒരു അപ്പൊ പറഞ്ഞ പോലെ ഈ മൈൻഡിനെ കുറിച്ച് നമ്മൾ ബോധവാനാകണ്ടെന്ന് പറഞ്ഞ കാരണം ഇതാണ്. ഇപ്പം പുറത്ത് സഞ്ചരിക്കാനുള്ള അനുവാദം കിട്ടുമ്പോൾ മനസ്സ് സന്തോഷിക്കും. അത് ഫ്രീ ആയിട്ട് പോയി പുറത്തെ സീൻസ് ഒക്കെ കണ്ട് അതിനകത്ത് പെട്ടുപോയി വ്യാഖ്യാനിച്ച് ഒക്കെ ആ രീതിയിൽ പോവാം, അവരുടെ ഇഷ്ടാനുസരിച്ച് തോന്നുന്ന പോലെ. അപ്പോ എന്നാൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഈ സവാരിയിൽ അനുസരിക്കണം എന്ന് വന്നാൽ അപ്പോ ആ മനസ്സിന് സഹിക്കാൻ പറ്റത്തില്ല, ഉല്ലാസം കുറയും, അതിന്റെ പുറത്തോട്ട് പോകാന്. മൈൻഡ് കുറച്ച് ജാഗ്രതാവും, ഇനി വേറെ വല്ലതും ലിമിറ്റേഷൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടോന്ന്. ഇതിനുപരി പുറത്ത് കറങ്ങി തിരിച്ചു വരുന്നവരെ പാലിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും കേട്ട് കഴിഞ്ഞാൽ അല്പം പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം മനസ്സ് അതൃപ്തനാകും. എങ്ങനത്തെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്? അതില് ഒന്ന് പറയുന്നത് ഗുരുജി, ഒന്നും അന്വേഷിക്കരുത്, ഒന്നിനെയും നിയന്ത്രിക്കരുത്, ഒന്നും വ്യാഖ്യാനിക്കരുത്. അതിനുപരി കാണുന്നതിനെ അറിഞ്ഞതിൽ കൂടി കാണരുത്, നിരീക്ഷിക്കുക. ശരിക്കും പറഞ്ഞ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഭൗതിക ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സ് അങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ അന്വേഷിക്കണമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരുപക്ഷെ വേണ്ടാത്ത കാര്യത്തിൽ കൂടുതൽ നമ്മൾ അത് അന്വേഷിക്കാതെ നമ്മുടെ ആ സെൻസ് ഓഫ് ഐ വെച്ച് നിയന്ത്രിക്കാനും വ്യാഖ്യാനിക്കാനും ഒന്നും പോകരുത്. പിന്നെ നമ്മൾ അറിഞ്ഞ കാര്യം വെച്ച്, നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വെച്ച് ഒരു കാര്യവും കാണാൻ പാടില്ല, ആരോപിച്ച് കാണാൻ പാടില്ല. അങ്ങനെയും കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് നിരീക്ഷകനെ അറിയുന്നതിന് മുമ്പേ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു മനസ്സ്, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞ എന്താ ചെയ്യേണ്ട? ആ മനസ്സ് വേറെ ഒന്നുമല്ല, പുറത്തെക്കാട്ട് കൂടുതൽ അവനവന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് നോക്കിക്കാണണം. അതാണ് വേണ്ടത്. ഒട്ടലില്ലാതെ അതെന്താണെന്ന് നോക്കിക്കാണണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നിരീക്ഷകനെ ഒക്കെ പിന്നെ അറിയുള്ളൂ. പക്ഷെ ഇത്രയെങ്കിലും ചെയ്യാം.
ഈ ഈ നിർദ്ദേശം, അതായത് പ്രസന്റിൽ നിന്ന് എല്ലാ കർമ്മങ്ങൾ ചെയ്യുക ഒന്ന്. രണ്ടാമത് പിന്നെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പേ അതിനു വേണ്ടിയ ചിന്തകൾ ഉണ്ടാവുന്ന അതിനെ വിവേക ബുദ്ധിയോടെ അറിഞ്ഞിട്ട് അതിനകത്ത് കള്ള മനസ്സ് പൊങ്ങുന്നുണ്ടോ, അതിന്റെ ഒരു കാഴ്ച കിട്ടുന്നുണ്ടോ, നമ്മുടെ മനസ്സിലെ അതൃപ്തനാകുന്നത്, അസ്വസ്ഥനാകുന്ന ചില ലിമിറ്റേഷൻസ് ഇമ്പോസ് ചെയ്യുമ്പം വീട്ടിൽ ചില കാര്യങ്ങൾ പറയും, അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പം ഒരു അസ്വസ്ഥത വരുവാണെങ്കിൽ നമ്മുടെ ആ മനസ്സിനെ, കള്ള മനസ്സിന്, ആ മനസ്സിന്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിന്റെ ലക്ഷണം. ഒരു ഡിസ്കംഫർട്ട് വരും. അപ്പൊ ഇതാണ് ഇപ്പം ഈ ഒരു യാത്ര, ഇങ്ങനെ ചെയ്യുന്ന ഒരു യാത്ര വഴിയാണ് നമ്മുടെ ഈ മനസ്സിനെ എക്സ്പോസ് ചെയ്യുന്നത്. ഇതാണ് മനസ്സ്. കടിഞ്ഞാനിടുന്നത് അതിന് ഇഷ്ടമല്ല. ഇങ്ങനത്തെ കള്ള മനസ്സിനെ ഒരിക്കലും നിരീക്ഷകനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോ അടുത്ത പാരഗ്രാഫിൽ പിന്നെ പറയാ, ഈ ഒരു കാര്യം ഒരു സാധകൻ ശ്രദ്ധ വരേണ്ട ഈ കാര്യത്തിലാണ്. പിന്നെ ഒരു പിന്നെ നടക്കാൻ ഒന്ന് പോകാന് നിരീക്ഷണം പോകുന്ന വഴി ഈ കാര്യത്തിൽ പിന്നെ നിരീക്ഷണം ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ, ഈ നടക്കാൻ പോകുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് അത് നിരീക്ഷണം ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ്. അത് അവന് ആ മനസ്സിന് പ്രയാസമായിട്ട് തോന്നിയാൽ പിന്നെ അങ്ങനാണെങ്കിൽ ഈ നടപ്പ് മാത്രമല്ല, സവാരി മാത്രമല്ല, വേറെ എത്രയോ കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോ അതെല്ലാം നിരീക്ഷിക്കേണ്ടതല്ലേ? അതിന്റെ പിന്നാലുള്ള ചിന്തയെ നിരീക്ഷിക്കേണ്ടതല്ലേ? അപ്പം അങ്ങോട്ട് ജീവിതത്തിൽ ഉടനീളം അവന് അത് ചെയ്യാൻ പറ്റുമോ? അതായത് മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് നിൽക്കുന്ന ആള് കർമ്മത്തിന്റെ മുമ്പേ ഉള്ള ചിന്തയെ നിരീക്ഷിച്ച് പിന്നെ ആ സത്തയെ അറിയണം എന്നുള്ളൊരു ത്വര ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രം നിരീക്ഷണം സ്വാഭാവികമായിട്ട് നടക്കുകയുള്ളൂ. അല്ലാതെ ആ പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ലെങ്കിൽ, കാഴ്ചപ്പാടില്ലെങ്കിൽ നമ്മള് ആത്മീയതയിൽ നിൽക്കുന്നത് ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഉള്ള പരിഹാരം കിട്ടുമെന്നും പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ അതൊരു പൊള്ള മനസ്സ്. അതിന്റെ അടുത്ത ഡിഗ്രി എന്താന്ന് പറഞ്ഞാല് അതാ മറ്റേ പാമ്പിന്റെ കാര്യം കുറിച്ച് പറയുന്നത്. മഞ്ഞുമലയില് പുലർച്ചയ്ക്ക് പോകുമ്പോൾ കണ്ണു കാണാൻ പറ്റാത്തത് ഇങ്ങനെ കേറി പോകുമ്പം എന്തോ കാലെ തട്ടുന്നത് അത് എടുക്കുന്നു. പക്ഷെ സൂര്യന് ഉദിക്കുമ്പോൾ അപ്പോഴാ അറിയുന്ന ഇതൊരു മരവിച്ച പാമ്പാണെന്ന്. അതിനെ കൊണ്ടുപോയി വീട്ടില് അടുപ്പും കരയുടെ അടുത്ത് വെക്കുമ്പം അത് ആ ചൂടും കൊണ്ട് പിന്നെ കോയിൽ ചെയ്തവിടെ കിടക്കുമ്പം അതിനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പം എടുക്കുമ്പം കൊത്തുന്നത്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനകത്ത് എന്തൊക്കെ കിടക്കുന്നു. അതിനെ ശരിയായ രീതിയിൽ വിവേക ബുദ്ധിയും കൊണ്ട് നിരീക്ഷിച്ച്, അപ്പൊ വിവേക ബുദ്ധിയും കൊണ്ട് നമ്മൾ നോക്കുക. അങ്ങനെ വിചാരിച്ചാൽ മതി. നിരീക്ഷകനെ വിട്, നിരീക്ഷകന്റെ നേച്ചർ നമുക്കറിയില്ല. പലർക്കും ഒരു ഡൗട്ട് വരും. വേണ്ട, എന്നാൽ ആ വിവേക ബുദ്ധിയും കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം മൈൻഡിൽ എന്തോ ഉണ്ടെന്ന്. അത് ഒളിച്ചവിടെ കിടന്നാൽ എന്തോ സംഭവിക്കും? ഈ മരവിച്ച പാമ്പിന്റെ പോലെ അവിടെ അങ്ങനെ കിടന്നിട്ട് ലാസ്റ്റിലായിരിക്കും ഇവന് അത് സാഹചര്യം വരുമ്പം അത് വേണ്ടി തിരിച്ച് നമ്മളെ തന്നെ പിന്നെ പ്രശ്നത്തിലാക്കും. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പം ഇങ്ങനത്തെ മനസ്സ് ആ മനസ്സുള്ള സാധകർക്ക് ഒരു ഈ രീതിയിൽ നിന്നാല് ആത്മാർത്ഥത ഇല്ലാത്തൊരു രീതിയിൽ നിൽക്കുമ്പോൾ അവരുടെ ആ നേട്ടത്തിന് മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കും? പിന്നെ ആ ഒരു വൈരാഗ്യ ഭാവത്തോടെ നിൽക്കാതെ ആ മാസ്റ്ററിനോട് തന്നെ അവന് നീരസം തോന്നും. എങ്ങനാണോ ആ പാമ്പ് ചീറ്റുകയും കൊത്തുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നിൽക്കുന്നത് ആ ഒരു ഭാവത്തിലായിരിക്കും, പുറത്തു വരത്തില്ല. അതങ്ങനെ ആയിരിക്കും, ഒരു നീരസത്തോടായിരിക്കും ആ മാസ്റ്ററിനോട് പിന്നെ ഉള്ള ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ നിർവചനങ്ങളിൽ നിന്നും ഫ്രീ ആകാൻ ആണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. പക്ഷേ തുടർച്ചയായി വ്യാഖ്യാനിച്ചു കൊണ്ട് ഇരിക്കുക എന്ന് വാശി പിടിച്ച് അതേ മോഡിൽ പോകുവാണെങ്കിൽ അതേ മോഡിൽ ജീവിക്കുവാണെങ്കിൽ ഒരു ദൈനിക അവസ്ഥയായിരിക്കും അത്.
അതായത് അത് വിടാൻ താല്പര്യമല്ല. ഇത് ആ തരം ഒരു മൈൻഡിനെ ക്ലിയർ ആക്കാൻ താല്പര്യമില്ല, അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ ഒരു തരം വാശി തന്നെയാണെന്ന് പിന്നെ മനസ്സിലാക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് കുറിച്ച് പറയുന്നത്, വ്യാഖ്യാനിക്കാതെ മനസ്സിന്റെ ഇഷ്ട അനിഷ്ടങ്ങൾ ഒട്ടാതെ കാണുന്നതും കേൾക്കുന്നതും കേൾക്കാൻ പറ്റണം. ഉണ്ടല്ലോ, വ്യാഖ്യാനിക്കാതെയും നമ്മുടെ മുദ്രണകളിലൊക്കെ ഉണ്ടാവുമല്ലോ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതെല്ലാം ഇതിലോട്ട് ഒട്ടാതെ കാണാനും കേൾക്കാനും പറ്റണം. അതായത് മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് നിൽക്കുന്ന ആള് പ്രവർത്തിക്കുന്നതിന് മുമ്പേ ഉള്ള ചിന്തയെ നോക്കിക്കാണണം. അഥവാ നിർവചനവും പൊന്തിയാലും നിർവചനങ്ങൾ പൊന്തിയാലും അതിനെ ആ വിവേക ബുദ്ധിയോടെ നോക്കി കാണുക മാത്രം ചെയ്യേണ്ടു. അതായത് നിരീക്ഷകനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ മൈൻഡ്ഫുള്ളായി മൈൻഡിനെ മുദ്രണങ്ങളെ വിവേക ബുദ്ധിയോടെ കണ്ട് അതിൽ ഒട്ടാതെ ഈ രണ്ട് കാര്യവും, അതായത് നിർവചനങ്ങളും മുദ്രണങ്ങളും നിന്ന് ഫ്രീ ആക്കണം. അങ്ങനെ ഉണ്ടാല് അപ്പൊ അത് മാത്രമല്ല, സത്തയിൽ ഫോക്കസും ചെയ്യണം. എങ്ങനെ? സത്തയെ അനുഭവിച്ചറിയില്ല, മൂന്നാം മണി എന്ന് പറയും, ആയിക്കോട്ടെ. പക്ഷെ എന്നാലും കേട്ടറിവുണ്ടല്ലോ. ഗുരു പറയാറുണ്ടല്ലോ, സൈലൻസ് മൈൻഡ് വന്നാലേ ഉള്ളൂ അതിനെ അറിയാൻ പറ്റുന്നത്. അപ്പോ നമുക്കൊന്ന് ഊഹിച്ചെടുക്കരുതോ, ആ വിവേക ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കാം. ആ ഒരു റെൽം, ആ ഒരു മണ്ഡലം സൈലൻസിന്റെ മണ്ഡലമാണ്, നിശ്ചലതയുടെ ഒരു മണ്ഡലമാണ്, നിശ്ചലമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ എന്റെ മൈൻഡിനെയും അങ്ങനെ നിശ്ചലമാക്കിയാൽ, ഇതിനകത്ത് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും. അതാണ്. അപ്പൊ നേരിട്ട് സത്ത എന്താണെന്ന്, നിരീക്ഷകൻ എന്താണെന്ന് പോയി നമ്മൾ കണ്ടുപിടിക്കാനല്ല പോകണ്ടേ. ഗുരുജി പറയുന്നത് ആദ്യം മൈൻഡിനെ ക്ലിയർ ആക്കും. മൈൻഡിനെ ക്ലിയർ ആയിട്ട് ആ സൈലൻസ് മോഡ് വരുമ്പോഴാണ് നിരീക്ഷകനും മറ്റേത് നമുക്ക് സത്തയും തെളിഞ്ഞ് നമുക്ക് വരുന്നത്. അപ്പൊ അവിടെ അത് നോക്കിയാൽ മതി. പക്ഷെ നിരീക്ഷകൻ ഡെവലപ്പ് ചെയ്യും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അത് അതിന്റെ വർക്ക് ചെയ്യുന്നതുമായിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, പ്രസന്റ് ഈ നിമിഷത്തിൽ നിന്ന് നമ്മൾ ചെയ്യുക നമ്മുടെ വർക്ക്. രണ്ടാമത്തെ ഹിന്റ് ഇപ്പം ഗുരുജി തന്നിരിക്കുന്നത്, പിന്നെ ഓരോ നിമിഷവും നമ്മുടെ മൈൻഡിനെയും ആ ഓരോരോ ആക്ഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ അതിനകത്ത് ചിന്തകൾ എന്താണ് വരുന്നത്, എന്തെങ്കിലും മുമ്പേ അറിഞ്ഞത് വെച്ചാണോ ചില ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർവചനങ്ങൾ പ്രകാരവും പിന്നെ മുദ്രണങ്ങൾ പ്രകാരവും ആണോ ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് തിരിച്ചറിയണം. പിന്നെ അത് മാത്രമല്ല, ഗുരു ചില കാര്യങ്ങൾ പറഞ്ഞത് ചില കാര്യങ്ങളോട് എന്തെങ്കിലും പറയണമായിരുന്നു. കാരണം നമുക്കത് വാല്യുബിൾ ആണ്. ഗുരുവാക്യം ഇതാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഔദൂതന്റെ അടുത്തെത്തി. ഔദൂതൻ represents ultimate knowledge. All other knowledge is less. അപ്പോ the secret to reach there is rarely told by any masters. But ഈ കാരുണ്യവാനായ നമ്മുടെ ഗുരു നമുക്ക് വാല്യുബിൾ ക്ലൂസ് തന്നു. ഓക്കെ, നമുക്ക് സത്തയിലോട്ടും നിരീക്ഷണത്തിലോട്ടും പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, തന്ന 2 ക്ലൂ ആണ്, നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കുക ടു പ്യൂരിറ്റി. അതിനെ നോക്കിക്കാണുക, അറ്റാച്ച്മെന്റ് ഇല്ലാതെ നോക്കിക്കാണുക വിവേക ബുദ്ധി ഉപയോഗിച്ച്. ആ ഒരു പ്രാക്ടിക്കൽ ഗൈഡൻസ് തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന് തന്നിരിക്കുന്നത്, ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുക. ഈ നിമിഷത്തിൽ പ്രവർത്തിച്ചാൽ ധ്യാനാത്മക മനസ്സ്, സൈലന്റ് മൈൻഡ് കിട്ടും. അപ്പൊ നിരീക്ഷകൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. അപ്പൊ അതും വിവേക ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അപ്പൊ പിന്നെ ആ ഒരു കാര്യം ഗുരുജി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള സാധകർക്ക് ഇത് അറിയാമെങ്കിലും മൈൻഡിനെ സൈലന്റ് ആക്കുന്നത് നമുക്കൊക്കെ ഓരോരുത്തർക്കെ അറിയൂ എത്ര വരെ അത് ആയെന്ന്. അപ്പൊ ഒരു റീവാലുവേഷൻ ചെയ്യാനും കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിക്കാനുള്ള ഒരു പിന്നെ വൃത്തത്തിലെ ശൂന്യത ആണ് ഇത്. നമ്മൾ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇതിലോട്ട് പോകാം.
പോകാനുള്ള നമുക്ക് ആ ഇത് ഗൈഡൻസ് കിട്ടട്ടെ, അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഹരിയും. ഹരിയോം. ഹരിയോം. നമ്മള് കഴിഞ്ഞ വൃത്തത്തിലെ ശൂന്യതയിൽ പറഞ്ഞല്ലോ, അതായത് മനസ്സിന്റെ ഭക്ഷണം പുറത്തേക്കാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വിഷയങ്ങൾ യഥേഷ്ടം പുറത്തു നോക്കിയേക്കും. അതാണ് മനസ്സ് ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം. അപ്പോഴാണ് സാധകരോട് ഗുരു എന്ത് പറയും? മനസ്സിന്റെ ലോകത്തിലേക്ക് നോക്കരുത്, മറിച്ച് മനസ്സിനെ നോക്കണം എന്ന് പറയും. അപ്പം അത് നമുക്കൊരിക്കലും തുടക്കത്തില് പറ്റില്ല. കാരണം മനസ്സ് സമ്മതിക്കില്ല. മനസ്സിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിന് തോന്നുമ്പോൾ ഒരിക്കലും അത് മനസ്സ് അംഗീകരിക്കില്ല. ഗുരുവിനോട് ഇഷ്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, നമ്മൾ യെസ് മൂളുകയും ചെയ്യും, പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇപ്പോ നമ്മള് നമ്മുടെ വീട്ടില് സർവ സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക്. നമുക്ക് വീട്ടിൽ എന്തും പറയാം, എന്തും കാണിക്കാം. പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് കാണിക്കില്ല. ഒരു അഭിനയമായിരിക്കും. യഥാർത്ഥ സ്വഭാവത്തിന് പകരം ഒരു അഭിനയത്തിലൂടെ മുഖംമൂടിയിട്ടായിരിക്കും പുറത്ത് കാണിക്കുന്നത്. എന്നാൽ വീട്ടിൽ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കുകയും ചെയ്യും. കാരണം ഇത് നമ്മുടെ സ്പേസാണ്. വീട് അല്ലെങ്കിൽ എൻ്റെ മുറി എന്ന് പറയുന്നത് എൻ്റെ സ്പേസാണ്. അവിടെ എനിക്ക് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം, ആരും കാണില്ല. എന്നാൽ നമ്മുടെ വീട്ടിലോ മുറിയിലോ ഒരു ക്യാമറ വെച്ചാലോ നമുക്ക് എന്ത് പറ്റും? ഒരു ഇറിറ്റേഷൻ വരും, നമ്മുടെ സ്വാതന്ത്ര്യം പോവും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഒരാൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ബോധപൂർവം നിൽക്കും. അപ്പം ഫ്രസ്ട്രേഷൻ വരും, നമ്മൾ ചിലപ്പോൾ ക്യാമറ തല്ലി പൊട്ടിച്ചു വരെ കളയും, അതിന് വരെ ശ്രമിക്കും. അപ്പൊ അതാണ് മനസ്സ് ചെയ്യുന്നത്. അത് അതിന്റെ സ്വാതന്ത്ര്യത്തിൽ പോയാൽ അത് ഹാപ്പിയാണ്. എന്നാൽ അതിനെ നമ്മൾ നിരീക്ഷിക്കാൻ നോക്കിയാലോ അത് ഒരിക്കലും അനുവദിക്കില്ല. കാരണം അതിന്റെ സ്വാതന്ത്ര്യം പോവുകയാണ്. നിരീക്ഷിക്കുമ്പോൾ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം ഇതേ മനസ്സ് അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കുന്ന മനസ്സുള്ള ഒരു സാധകനാണെന്ന് ഇരിക്കട്ടെ, അതെന്ത് ചെയ്യും? അലഞ്ഞു തിരിഞ്ഞ് അതിന്റെ എല്ലാം നടക്കും. എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോഴോ ആത്മീയതയെ കൂട്ടുപിടിക്കും, സ്പിരിച്വാലിറ്റിയെ കൂട്ടുപിടിക്കും, സ്പിരിച്വൽ നോളജിനെ കൂട്ടുപിടിക്കും, ഗുരുവിന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പം അതായത് അവൻ അറിയാം പുറത്ത് അവൻ കണ്ടെത്തിയ സന്തോഷം അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല എന്നുള്ളത് അവന് അറിയാം. എന്നാലും പോവും. പ്രശ്നം വരുമ്പം നേരെ ഓടി ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഇവിടത്തെ കാര്യങ്ങൾ ചെയ്യും, ഇവിടുത്തെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും. അതായത് രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് ആർക്ക് പ്രയോജനം? അവനൊരു പ്രയോജനവും ഇല്ല. സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയുകയും ചെയ്യാണ്, പാഴാക്കി കളയാണ്. ഈ മനസ്സിന്റെ ഈ കള്ളത്തരം അത് തിരിച്ചറിയുക എന്നതാണ് സാധകം ചെയ്യേണ്ടത്. അതിനെന്ത് വേണം? പിടി വിടണം. പിടിക്കേണ്ടതിനെ പിടിക്കാനുള്ള ധൈര്യം കാണിക്കണം. ശരിക്കും അപ്പൊ ഒരു സാധകൻ പിടിക്കേണ്ടത് ഗുരു എന്ന ആ ബോധസ്വരൂപിനെയാണ്. അതിൽ ഒരു സംശയമില്ല. കാരണം മനസ്സ് ദോഷമേ ചെയ്യൂ എന്ന് സാധകൻ മനസ്സിലാക്കുമ്പോ അവ അതിൽ കയറി പിടിക്കാൻ നോക്കൂല. എന്നാൽ ഒരു നിസ്സഹായാവസ്ഥ വന്നാൽ മാത്രമേ അത് ആ ഒരു ബോധ്യവും വരുള്ളൂ. മനസ്സിനെ പിടിച്ചാൽ എനിക്ക് പ്രശ്നമാണ് എന്ന് നിസ്സഹായാവസ്ഥ വരണം. അതുവരെ എന്ത് ചെയ്യും? ഗുരു പറഞ്ഞാൽ പോലും മനസ്സ് പ്രശ്നമാണ്, നീ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും മനസ്സ് പിടിച്ച വിഷമമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം അറിയാമെങ്കിലും പിടിക്കും. അതായത് എങ്ങനെ? നമ്മുടെ കയ്യിലൊരു മുള്ളു കൊണ്ടു കൈ മുറിഞ്ഞു, എന്നാലും എന്ത് ചെയ്യും? ആ മുള്ളിനെ എടുത്ത് കളയില്ല. കളയാതെ വെച്ചിരിക്കുമ്പോ എന്ത് പറ്റും? കൈ ആ മുറിവ് കുറെ നാൾ അതിങ്ങനെ ഇരിക്കുമ്പോ മരുന്ന് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പഴുക്കും. ചിലപ്പോ ആ കൈ തന്നെ മുറിച്ച് കളയേണ്ടി വരും. പക്ഷെ അത് സാധകൻ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എന്റെ മനസ്സും ഇതുപോലെ എനിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്
എന്ന് നമ്മൾ തിരിച്ചറിയില്ല. കാരണം അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇങ്ങനെ പോവാണ്. അതായത് ഇപ്പം നമ്മുടെ കൂട്ടിന് വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് അവസാനം എന്ത് ചെയ്യും? ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ കൈ നിൽക്കാത്ത അവസ്ഥയാവും, നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഈ അവസ്ഥയിലേക്ക് ഒരു സാധകനെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റേത് എന്ന ചിന്തയാണ്. അവന്റേത് എന്ന് ചിന്തിക്കുന്ന പലതുമാണ്. ഞാൻ എന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ആത്മീയ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കുറെ സ്വാർത്ഥ ചിന്തകൾ, തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള സ്വാർത്ഥ ചിന്തകളാണ് ഈ അവസ്ഥയെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു ബോധസ്വരൂപന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ആ സാധകൻ എന്ത് ചെയ്യും? ഈ അവസ്ഥയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്, ആ പടുകുഴിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അത് ആരാണ് ചെയ്തത്? കുഴിയിലേക്ക് വീഴാൻ കാരണം ആരാണ്? അവൻ തന്നെയാണ്. സ്വയം തന്നെയാണ് ആ കുഴിയിലേക്ക് തള്ളിയിട്ടത്. അവൻ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കുഴിയാണത്. അതിലേക്ക് അവൻ തന്നെയാണ് സ്വയം വീഴുന്നത്. അപ്പൊ യഥാർത്ഥത്തില് കണ്ണ് ഉണ്ടായാൽ മാത്രം പോരാ. എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു? കാണേണ്ടതിനെ കാണുകയും വേണം, കണ്ടവരെ കാണുകയും വേണം. യഥാർത്ഥത്തിൽ കാണേണ്ടതിനെ കണ്ടവരുണ്ടല്ലോ, അതിനെ കാണുകയും വേണം, അവരെ കാണുകയും വേണം. എന്നാ മാത്രമേ അവരെന്ത് പറഞ്ഞു തരുള്ളൂ? ശാശ്വതമായ സന്തോഷം എന്താണ്? അനുഭവത്തിലൂടെ തിരിച്ചറിയിപ്പിച്ചു തരും ആ കാണേണ്ടതിനെ കണ്ടവര്. അങ്ങനെ തിരിച്ചറിയിപ്പിച്ചു തരുമ്പോ എന്ത് ചെയ്യും സാധകന്? ആ സ്വാർത്ഥ ചിന്ത എല്ലാം പോവും. പിടിക്കേണ്ടതിനെ മാത്രമേ പിടിക്കുള്ളൂ. പിടിച്ചു വെച്ചോണ്ടിരുന്നതിനെ ആ പിടി വിടും. മനസ്സിന്റെ പിടി വിട്ടിട്ട് പിടിക്കേണ്ടതിനെ. ആരാണ് പിടിക്കേണ്ടത്? പിടിക്കേണ്ടത് എന്തിനെയാണ്? ആ കാണേണ്ടതിനെ കണ്ടവരെ പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോ എന്ത് ചെയ്യും? ആ സാധന കറക്റ്റായിട്ട് പോവും. സാധന അന്വേഷിച്ച ഒരു കാം മൈൻഡ് ഉണ്ടായി ആ ധ്യാനാത്മക മനസ്സെന്ന് നമ്മ പറഞ്ഞില്ലേ, ആ മനസ്സിലോട്ട് കൊണ്ടെത്തിക്കും അവര്. ആ യാത്രയുടെ ലക്ഷ്യം എന്താണ്? അവന്റെ ആ സത്തയിലേക്ക്, ആ നിത്യസത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഗുരുജി പറഞ്ഞ പോലെ എന്തിനെയാണോ നമ്മൾ പിടി വിടേണ്ടത് അതിനെ ആദ്യം വിടുക. ആ വിടാനുള്ള ധൈര്യം ആണ് ഒരു സാധകൻ വേണ്ടത്. സാധകൻ ഒരു ധൈര്യശാലിയാണ്, ആവണം. എന്നാൽ മാത്രമേ ഈ പ്രോസസ് എല്ലാം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലായി പോകും. ഒരു അൺസർട്ടനിറ്റി ഫീൽഡിലായിരിക്കും അവന്റെ ഉള്ളിൽ എപ്പോഴും. അയ്യോ എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ എങ്ങനെയാവും, ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ഇതെല്ലാം കൂടെ കയറി വന്ന് ആകെ കൺഫ്യൂസ്ഡ് ആക്കും. അപ്പൊ അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ നിമിഷത്തിൽ നിൽക്കാൻ ശീലിച്ച് ആ ഒരു മനസ്സ് കൊണ്ട് നിരീക്ഷിക്കുന്നതായിക്കോട്ടെ, എന്നാലും ഒരു നിരീക്ഷണം മനസ്സിലോട്ട് കൊടുക്കുക. മനസ്സിന്റെ ലോകത്തിലോട്ടല്ല, മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് ആ ധ്യാനാത്മക മനസ്സിലൂടെ ആ സത്യയിലേക്ക്, ആ നിത്യസത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ പുസ്തകത്തിലെ ശൂന്യതയിൽ ഗുരുജി പറഞ്ഞു തന്നതിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സത്തയെ അറിയണം എന്ന ത്വര സാധകനിൽ സ്വാഭാവികമായും ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം സ്വാഭാവികമായിട്ടും അറിയണം എന്നുള്ള ആ ഒരു ത്വര ഉള്ളവർക്ക് മാത്രമേ അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അതായത് വ്യക്തമായ ഒരു ലക്ഷ്യബോധം, അല്ലെങ്കിൽ നേരത്തെ ബാലുജി സൂചിപ്പിച്ചതുപോലെ മനസ്സ് തടസ്സങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുരുവിനെ കാണും, ഗുരുവിനെ കണ്ട് സാധനം തുടങ്ങും, അവരുടെ തടസ്സങ്ങൾ മാറുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഒരു കപടമായ ആത്മീയതയിലേക്ക് വരുന്ന പലരെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഒരു സാധകൻ സ്വയം നിരീക്ഷിച്ചറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് ഈ പറഞ്ഞ വൃത്തത്തിലെ ശൂന്യതയിൽ. അതായത് ഞാൻ ആത്മീയതയിലേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം എന്ത്, എന്റെ ലക്ഷ്യം എന്താണ്, സാധനയിൽ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുവാൻ എനിക്ക് കഴിയുന്നു,
സാധന ചെയ്യുമ്പോൾ ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് സാധന ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? സാധന ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ വന്നിട്ടുള്ളത്? സാധനയിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിരീക്ഷിക്കുവാൻ ഇതുവരെ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വയം നിരീക്ഷിക്കണം. അതാത് സാധകൻ നിരീക്ഷിച്ച് ഓരോരോ സാധകർക്കും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. സ്വയം അത് ഇതെല്ലാം നിരീക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ മനസ്സ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മനസ്സ് നിരീക്ഷിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിരീക്ഷണം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കില്ല. അപ്പം ഗുരുജി ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്, എന്നിൽ നിരീക്ഷകൻ ഉണ്ടാകണം എന്ന് സ്വയം ബോധ്യപ്പെടണം. അപ്പൊ ഈ മനസ്സ് കളിപ്പിക്കുമെങ്കിലും എന്നിൽ നിരീക്ഷകൻ ഉണ്ടാകണം എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവിടെ ഒരു വിവേക ബുദ്ധി ഉണരണം. എന്നാൽ മാത്രമേ ആ ഒരു നിരീക്ഷകന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അത് കൂടാതെ മറ്റൊരു കാര്യം ഗുരുജി പറഞ്ഞിരിക്കുന്നത്, ആ മനസ്സിന് നമ്മൾ മനസ്സിന്റെ ഇഷ്ടത്തിനൊത്ത് നമ്മളെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും അവരുടേതായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്ര വർഷമായി ഞാൻ സാധന ചെയ്യുന്നു, ഞാൻ ഇന്ന ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സാധനയുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വൃത്തത്തിലെ ഗുരുജി പറയുന്നത്. കാരണം മനസ്സാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ആ വ്യാഖ്യാനങ്ങളും തെറ്റാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജി പറയുകയുണ്ടായി, ഈ ഓരോ ദിവസവും സാധകന്റെ ജീവിതം പുതിയതാണ്, ഓരോ നിമിഷവും. അതായത് ആ സത്യം ഓരോ നിമിഷം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ആ നിമിഷത്തിൽ നിന്ന് നിരീക്ഷണം ചെയ്യണം. അപ്പൊ സാധകന് പഴയതൊക്കെ വിട്ട് ഓരോ ദിവസവും അവന് പുതിയ ജീവിതമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പഴയ വ്യാഖ്യാനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ആ നിരീക്ഷണം ശക്തമാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിൽ പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ മനസ്സ് ചലിക്കുന്നുണ്ട്, നിരീക്ഷണം നടക്കാതെ വരുന്നു, പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല. അപ്പൊ നമ്മൾ പലതിനെയും വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ മനസ്സാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുജി എല്ലാം പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കരുത് പല സ്ഥലത്തും പറയുന്നുണ്ട്. ആ വ്യാഖ്യാനികളൊക്കെ നടത്തുന്നത് മനസ്സാണ്. അപ്പൊ മനസ്സിനെ ചലനം കുറച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ധ്യാനാത്മക മനസ്സാക്കുക എന്നുള്ളതാണ് ഒരു സാധകന്റെ പ്രധാന ലക്ഷ്യം എന്ന് മുൻപേ ഉള്ള പുസ്തകത്തിലെ ശൂന്യതയിലും അത് തുടർന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പൊ ഈ നിമിഷത്തിൽ എന്നിൽ നിരീക്ഷണം നടക്കുന്നുണ്ടോ എന്നതിനാണ് പ്രസക്തി. മനസ്സ് എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നിരീക്ഷകൻ ആവശ്യമാണ്. ഓരോ സമയത്തും മനസ്സ് നമ്മളിപ്പോ എത്ര ശ്രദ്ധിച്ച് ഇരുന്നാലും ചിലപ്പോൾ അറിയാതെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പൊ എങ്ങോട്ടാണ് മനസ്സ് ചലിക്കുന്നത്, എന്തുകൊണ്ടാണത് എന്നൊക്കെ ഈ നിരീക്ഷകന് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കൂ. സാധനയിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നിരീക്ഷകനെ നിലനിർത്തണം എന്നാണ് ഗുരുജി നൽകുന്ന ഉപദേശം. കാരണം നിരീക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. എന്നാൽ മാത്രമേ ഈ മനസ്സിനെ നിരീക്ഷിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ ഒരു ധ്യാനാത്മക മനസ്സിലാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ സ്വാമി നമ്മൾ സൂചിപ്പിച്ചതാണ്, ആരാണ് നിരീക്ഷകൻ, സത്ത എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സുകൊണ്ട് അറിയുവാൻ കഴിയില്ല. കാരണം മനസ്സിന് അതീതമാണ് അവ. അപ്പൊ അവയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്ത വരികയാണ്. അപ്പൊ അതിനെ ഒഴിവാക്കിയിട്ട് സാധകന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധകർ ചെയ്യുക. അതായത് സാധന നടക്കുന്ന ആ സ്വാഭാവികമായ മാറ്റങ്ങൾ, സാധനയിൽ നടക്കുന്ന ആ പുരോഗതി എന്തൊക്കെയാണ് ഏതൊക്കെ ഘട്ടങ്ങളാണ് എന്ന് കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒന്ന് സാധനയിലേക്ക് കടന്നു വരുന്ന സാധകൻ, അവന്റെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. തുടർന്ന് സാധനയും നിരീക്ഷണവും, അത് നിരന്തരമായി ചെയ്യേണ്ടതാണ്. സാധനയും നിരീക്ഷണവും അങ്ങനെ നിരന്തരമായി ചെയ്യുമ്പോൾ
ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിന്റെ ചലനങ്ങളെയൊക്കെ കുറച്ചു കൊണ്ടുവന്ന് അതിനെ ഒരു ധ്യാനാത്മക മനസ്സാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ പരിശീലനത്തിലൂടെ എന്ത് നേടിയെടുക്കാമെന്ന് മറ്റൊരു വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജി പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു ഇച്ഛാശക്തി അവിടെ ഉണ്ടെങ്കിൽ ആ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി എടുക്കാൻ സാധിക്കും. ഒരു നിശബ്ദത അവിടെ ഉണ്ടാകും. അവിടെ ആ വിവേക ബുദ്ധിയുടെ റോളും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം മനസ്സിന്റെ ചലനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ആ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണ് കാണേണ്ടത്, ബാലിജി സൂചിപ്പിച്ചതുപോലെ കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണണം, കണ്ടവനെ കാണണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിവേക ബുദ്ധിയോടുകൂടി അത് സാധിച്ചെടുക്കുക. അപ്പൊ അവസാന ഘട്ടങ്ങളിലാണ് നിരീക്ഷകൻ പൂർണ്ണതോതിൽ ആ നിരീക്ഷകൻ ഉണരുന്നതും അവിടെ ആ സത്തയിലേക്ക് ലയിക്കുന്നതും. അപ്പൊ ഇവിടെ ആദ്യത്തെ ഈ 4 ഘട്ടങ്ങൾ ധ്യാനാത്മക മനസ്സ് വരെ ഉള്ള ഘട്ടങ്ങളാണ് സാധകന്റെ ഒരു എന്താ പറയാ സാധകന് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നടക്കുന്നതാണ് നിശബ്ദതയിൽ നടക്കുന്നതാണ് നിരീക്ഷകൻ സത്തയിലേക്കുള്ള ബോധലയനം. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് നിന്നുകൊണ്ടാണ് സാധകനിലെ നിരീക്ഷകൻ സത്തയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സാധകൻ മനസ്സിന്റെ തലത്തിൽ നിന്ന് നിരീക്ഷകനെയും സത്തയെയും വ്യാഖ്യാനിക്കുന്നത് തെറ്റായിരിക്കും. അത് വീണ്ടും മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ ദിവസവും എന്നിലെ മനസ്സിനെ എത്ര നേരം എനിക്ക് നിരീക്ഷിക്കുവാൻ കഴിഞ്ഞു എന്ന് ഓരോ സാധകനും തിരിച്ചറിയണം എന്നാണ് ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ പറഞ്ഞു തരുന്നത്. ഓരോ ദിവസവും എന്നിലെ മനസ്സിനെ എത്ര നേരം എനിക്ക് നിരീക്ഷിക്കുവാൻ കഴിഞ്ഞു, ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ ഇത്രയുമാണ് പറയാനുള്ളത്. ഹരിയോ ഹരിയോ. ഗുരുജി ഇപ്പം എഴുതുന്നത് കണ്ടിന്യൂറ്റി നമുക്ക് തന്നുകൊണ്ടാണ് ഗുരുജി ഇപ്പോൾ ഇത് എഴുതിക്കൊണ്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ഇത് മെയിൻ എൻ്റെ ഒരു പറഞ്ഞത് ഗുരുജി, സാധന ചെയ്യുമ്പോൾ നമുക്കതിൽ തടസ്സങ്ങൾ നേരിടുന്നു. തടസ്സങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ സാധനയിൽ വീഴ്ച വരുന്നു, വീണ്ടും സാധന ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സാധന ചെയ്യുന്നതുകൊണ്ടുള്ള വ്യർത്ഥത, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നതാണ്. അപ്പം എന്തുകൊണ്ട് ആ വീഴ്ച വരുന്നു എന്ന് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്തെന്ന് തരുവാണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഇന്നലെ പറഞ്ഞു നമുക്ക് എന്താണ് ഒരു സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലക്ഷ്യബോധം നമുക്കില്ല എന്ന് പറയുന്നത്. ലക്ഷ്യബോധം എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചോദിച്ചാൽ പറയും മനസ്സ് എന്ന് പറയും. അപ്പോൾ അത് കുറച്ചുകൂടി ഗുരുജി കീറി മുറിച്ചത് പറയുകയാണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്. അപ്പം ഞാൻ തന്നെ സ്വയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയും, പലപ്പോഴും ഒരു 99% ഓഫ് ദ പീപ്പിൾ എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ആത്മീയതയിൽ വരിക എന്ന് പറയുന്നത്, അത് ആത്മീയത എന്ന് തന്നെ നമുക്ക് കഴിയില്ല. കൂടുതലും നമുക്ക് കാണാൻ പറ്റും, കൂടുതലും അമ്പലം ആത്മീയയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരു ഫുൾ ഇൻറ്റേർണൽ സെർച്ച് അല്ലെങ്കിൽ ഇറ്റ് ഗിവ് യു എ പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ പലരും ആ പറഞ്ഞ മൂർത്തിഭാവങ്ങളിലേക്ക് അവിടെ പോകുന്നത് എന്തിനാണ്? മനസ്സ് ഔട്ട്വേർഡായിട്ട് ഭയങ്കരമായി ഫോക്കസ് ചെയ്ത് വരുന്നു. പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് നാച്ചുറലി, അതാണ് കാരണം ലൈഫ് അങ്ങനെയാണ്, കയറ്റവും താഴ്ചയും ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. ഇപ്പം എന്നെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഞാൻ എന്തിനോ സ്പിരിച്വാലിറ്റിയിൽ വന്നതെന്ന് പറയുന്നത് ഇതേ കണക്കിന് ലൈഫിൽ നിന്നുള്ള
ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ്. അപ്പം എനിക്ക് മനസ്സിനെ കുറിച്ചൊന്നും അറിയില്ല അന്ന്. മനസ്സാണ് ഇതിന് കാരണം അങ്ങനെയൊന്നും നമുക്ക് അറിവില്ല. അപ്പം ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായി. മെറ്റീരിയലായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തണം എന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഗുരുജി ആ പറയുന്ന ആ ഉപമ, അത് പല രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. രണ്ട് രീതിയിൽ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുപോകാം. ഒരു ഇൻറ്റേർണൽ ആസ്പെക്റ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് വെച്ചാൽ, നമ്മൾ മനസ്സ് ചലിക്കും, മനസ്സിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കും, ചലനത്തിന് അനുസരിച്ച് ചിന്തകൾ, പ്രവർത്തികൾ എല്ലാം വരുന്നു. ഇതെന്ത് പറ്റും? അങ്ങനെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ തിരിച്ചടികൾ ഏൽക്കും. ആ തിരിച്ചടി എടുക്കുമ്പോഴത്തേക്ക് ഓടി എന്തെത്തും? സ്പിരിച്വാലിറ്റിയെ പിടിക്കണം. സ്പിരിച്വാലിറ്റിയിൽ പിടിച്ചാൽ മാത്രമേ സമാധാനമുള്ളൂ. സ്പിരിച്വാലിറ്റിയെ പിടിക്കും. അവിടെയാണ് ആ ഗുരു ആ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ, ആ പാമ്പിൻ്റെ ആ ഒരു കഥ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അട്ടിയേറ്റ് ചത്ത് കിടക്കുവാണ്, മരവിച്ച് കിടക്കുകയാണ്. മരവിച്ച സാധനത്തിനെ പൊക്കിയെടുത്ത്, അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? പൊക്കിയെടുക്കുന്ന വെച്ചാൽ, ഇപ്പോൾ ഗുരു നമ്മളെ കൊണ്ട് പൊക്കിയെടുത്ത് നമുക്ക് ജീവൻ തരുവാണ്. മരിച്ച നമുക്ക് ജീവൻ തന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? തിരിച്ച് എന്താണോ ജീവൻ തന്നെ അതിനെ തന്നെ നേരെ നമ്മൾ ചീറ്റും, കൊത്തും. അത് നമ്മുടെ മനസ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇന്നേറ്റ് നേച്ചർ അതാണ്. മനസ്സ് സ്ഫുരിക്കുന്നിടത്തോളം അതിൻ്റെ അതാണ് നിങ്ങൾക്ക് കുറിച്ച് പറഞ്ഞ ബേസ് ക്യാരക്ടർ. അത് റെപ്പറ്റീഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ ആണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കാരണം സ്പിരിച്വാലിറ്റിയിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, നിങ്ങൾ വാട്ട് ഈസ് എ റൂട്ട് കോസ് ഓഫ് ഇറ്റ്. അപ്പം അവിടെ ഒരു ഡിസിഷൻ നിനക്ക് എടുക്കാൻ കഴിയണം. വാട്ട് ഈസ് ദാറ്റ് യു റിയലി വാണ്ട്? കാരണം ഇഫ് യു വാണ്ട് എ ടെമ്പററി സോളസ് ഫ്രം ദ വൈബ്രേഷൻ ഓഫ് ദ മൈൻഡ് ആൻഡ് യു ആർ ഹാപ്പി വിത്ത് ദാറ്റ്, then the cycle will continue throughout your life. ഇത് വർഷങ്ങളോളം ഒരു സാധകന് അല്ലെങ്കിൽ ഒരു ഇത് പൊയ്ക്കൊണ്ടിരിക്കും. ബട്ട് അറ്റ് സം പോയിന്റ് you would have to ask yourself, is this enough? What is the point in moving forward like this? അത് അവിടെയാണ് അവന് അല്പമെങ്കിലും ആ വിവേക ബുദ്ധി എന്ന് പറയുന്ന സാധനം അവിടെ, കാരണം അപ്പോഴാണ് അവൻ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ അവൻ നിരീക്ഷിക്കുന്നത്. ഇതാണ് അതപ്പോൾ ആ ഗുരു പറഞ്ഞു തന്ന ആ പല കാര്യങ്ങളും അവന് മനസ്സിലാക്കി, ആ ലിറ്ററേച്ചേഴ്സും ആ ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട്. കാരണം ലൈവ് ഗുരു അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗുരു ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കൂടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ചലിക്കുന്നത് നിൻ്റെ മനസ്സാണ്, ഇതാണ് നിൻ്റെ പ്രശ്നം. സോ വർക്ക് അഗെയിൻസ്റ്റ് ദാറ്റ്, യു ടോക്ക് അഗെയിൻസ്റ്റ് ദ മൈൻഡ്. അവിടെയൊക്കെ ഈ പറയുന്നതാണ്. അപ്പോൾ അതിന് ശരിക്കും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ ഫേസസിൽ അതിന് സംസാരിക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാവില്ല. അതാണ് ബാഹ്യ ഗുരു തലത്തിൽ നിന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്ന് യു ആർ ബീങ്, നിന്നെ ബോധതലം ഉയർത്തുവാണ്. ആ ബോധതലം ഉയരുമ്പോഴാണ് അവന് കുറച്ചെങ്കിലും ആ സത്തയെക്കുറിച്ച് അവനൊരു ഐഡിയ കിട്ടുന്നത്. ആ ഐഡിയ കിട്ടുമ്പോൾ മാത്രമേ അവനിൽ എന്താണ് നിരീക്ഷണ ഭാവം അവനിലേക്ക് വരുള്ളൂ. അപ്പം ആ ടെമ്പററി സോളസിന് ഉപരിയായിട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്
there is something beyond the self that you are as of now. But let me be at this moment to see myself. ഗുരുജി ഇപ്പം സത്യയ്ക്ക് അപ്പുറമായിട്ട് ഇപ്പോഴത്തെ ഒരു സ്വാഭാവിക നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് ഗുരുജി ഉപയോഗിക്കുന്ന ടേമാണ് സ്വത്വം, ഇപ്പോഴത്തെ സ്വത്വം. ദാറ്റ് ഈസ് വാട്ട്. അപ്പം അതിനെ നമ്മൾ അറിയുക. അവിടെ അപ്പം അറിയുന്നത്, അപ്പം അതിൽ തന്നെ പലതിലും നമ്മൾ ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഈ നിരീക്ഷകൻ്റെ ഈ റിയൽ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഇസ് ദാറ്റ് ഇൻ പ്രോക്സിമിറ്റി ടു ദാറ്റ് സത്ത. ബട്ട് the truth of this moment is ever changing. The truth is ever changing. ഗുരുജി അത് പലപ്പോഴും പറഞ്ഞു, സത്യം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇന്നത്തെ സത്യത്തെക്കുറിച്ച് നീ ബോധവാനാക്കുക. ഈ നിമിഷത്തിൽ നിന്ന് ആ സത്വത്തെ നീ അറിയുക. ആൻഡ് അതിനെ നീ നിരീക്ഷിക്കുക. ആ നിരീക്ഷിക്കുമ്പോൾ പ്ലീസ് നീ അതിൻ്റെ അകത്ത് നിയന്ത്രണങ്ങൾ, അതിൽ പലപ്പോഴും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നിയന്ത്രണം നീ കൊണ്ടുവരരുത്. കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ കൊടുക്കരുത്. കാരണം അതൊരു വേറൊരു നിരീക്ഷകൻ്റെ ഒരു തലം അല്പം കൂടി ഉയർന്നതാണ്. ആ വിവേക ബുദ്ധിക്കപ്പുറം പോവുകയാണ്. അറിഞ്ഞതിൽ കൂടി കാണരുത്. അപ്പം അതിന് അതായി അപ്പം ഹീസ് ബോധതലം ഉയരുകയാണ്. ഹീസ് ബീങ് കണക്റ്റഡ് ടു ദാറ്റ് സോഴ്സ്. അവിടെ മാത്രമേ ആ നിരീക്ഷകൻ്റെ പ്രകാശം എത്തുള്ളൂ. ഇത് ഞാൻ ഈ പറയുന്നത് ഗുരു ഈ പറഞ്ഞ ഒരു സംഭവങ്ങളാണ്. കാരണം ഇറ്റ് ഇസ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി വിത്തിൻ യു ആസ് യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഗെറ്റ്സ് എലിവേറ്റഡ് in unison with that universal consciousness. അപ്പം then it happens by itself. അപ്പം അതിൽ നീ നിന്നോട് തന്നെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ then നീ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നാച്ചുറലായിരിക്കും. അപ്പോൾ അവിടെ ഉപാധികളില്ലാത്ത ഒരവസ്ഥ വരുമെന്നാണ് ഗുരു പറയുന്നത്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അവിടെയാണ് ഈ സ്നേഹത്തിൻ്റെ പ്രവാഹം നടക്കുന്നതും അദ്ദേഹം പറയുന്നുണ്ട്. അതിനെയും കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ എന്തോ ഒക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ആ രീതിയിലേക്ക് ഉയർന്നു വരാൻ കഴിയട്ടെ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരിക്കും ആ മനസ്സിന്റെ പൊള്ളത്തരത്തെ പറ്റി വളരെയധികം ഉദാഹരണ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. ക്രമേണ സുഹൃത്തിനെ നമ്മൾ ആ സ്നേഹം പുരട്ടിയുള്ള സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ വെച്ചോ സുഹൃത്തിന്റെ സ്വഭാവം മാറുന്നത് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്നും ഇദ്ദേഹം എൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിയുന്നു. ഇതൊക്കെ ചെയ്താലും നമുക്ക് ആ ശത്രുഭാവം കൂടുതൽ കാണിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ ഇവിടെ മനസ്സെന്ന് കരുതുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മനസ്സാണ് ഇത്രയും നാള് നമ്മളെ കൊണ്ട് കൂട്ടിക്കൊണ്ടിരുന്നത് ഓരോന്നും. പെട്ടെന്ന് അതിനെ നിരാകരിക്കാനോ നിയന്ത്രിക്കാൻ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മുടെ കൂടെ നിന്ന ആളാണ്. നാളെ നമ്മൾ തള്ളിപ്പറയണം എന്ന് പറയുമ്പോൾ ആ മനസ്സ് വെച്ച് തന്നെ നമ്മൾ അതിനോട് സംസാരിക്കേണ്ടി വരും.
അപ്പൊ എത്ര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുക. കാരണം ഇവിടെ ബുദ്ധിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ അഹത്തിനെ കീഴ്പ്പെടുത്താൻ മനസ്സിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഓരോന്നിലും ഒട്ടലിലാണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒട്ടലിൽ നിന്നും അതിനെ വേർതിരിച്ച് കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഗുരുസങ്കല്പം നമ്മുടെ അടുത്തിട്ട് വന്ന് പറയുന്നത്, നീ നിന്റെ മനസ്സിനെ നിരീക്ഷിക്കൂ, നിന്റെ അഹത്തിനെ കരിക്കൂ എന്നൊക്കെ ഓരോന്നും പറഞ്ഞു തരുന്നത്. കാരണം അവിടെയും അദ്ദേഹത്തിന് പറയാനേ സാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. കാരണം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സാധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ വേർതിരിച്ച് കാണാൻ സാധിക്കണം. ഓരോന്നിനെയും വേർതിരിച്ച് കണ്ട് അവയെ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും. അത് സത്യത്തിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഗുരുവിനോടായിരിക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുക. അതാണ് എല്ലാ ഗുരു പരമ്പരകൾക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ലോകം മുഴുവൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുമ്പോൾ ഉൾക്കാഴ്ചയോട് കാണാൻ ശ്രമിക്കണം. നമ്മളും ഒരു കാര്യം, നമ്മൾ ഒരു പ്രശ്നത്തെ പ്രശ്നമായിട്ട് കാണുന്നതുകൊണ്ടാണ് അതിന് പരിഹാരമില്ലാതായി പോകുന്നൊരു അവധൂചിന്തയുണ്ട്. ഇവിടെ നമ്മൾ ആ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അത് മാനസികമായും എന്നുവെച്ചാൽ മനസ്സിന്റെ ഇതിലായും ബുദ്ധിയിലായും നമുക്കൊന്ന് വേർതിരിച്ച് കാണാൻ ശ്രമിക്കും. ഇനി അതിനെ അഹത്തിന്റെ രീതിയിൽ ഒന്ന് വേർതിരിച്ച് കാണാൻ ശ്രമിച്ചു നോക്കിയാൽ പ്രശ്നത്തിന് പല ആംഗിളുകൾ നമ്മളിലേക്ക് വരുന്നതായി കാണും. മാനസികമാകുമ്പോൾ അതിന് കുറച്ചുകൂടെ വൈകാരിക ഭാവങ്ങളും ഒക്കെ കൊടുത്ത് നമ്മുടെ ആ ശരീരത്തെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലായിരിക്കും മനസ്സ് പ്രതികരിക്കുന്നത്. ഇനി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിലോ, ആ മനസ്സിനെ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ പറഞ്ഞത്, ആ മനസ്സ് എന്നോട് പറഞ്ഞത് സത്യമാണെന്നുള്ളത് ന്യായീകരണത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇനി അതല്ല, ഇനി അടുത്തത് അഹം പറയാണ്, എന്റെ റെപ്രസെന്റേഷൻ തന്നെയാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ ഞാൻ അങ്ങനെ തള്ളിക്കളയും? മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്ന് അഹം പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ വേർപെടുത്തൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മൾ നിർവചനങ്ങളൊന്നുമില്ലാത്ത ആ ഒരു സാക്ഷിയാവണ്ണം നോക്കി കാണുന്ന ആ ഒരു നിരീക്ഷകനെ പറ്റി നമ്മൾ ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്നത്. തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും വായിച്ച് വന്നവർക്ക് നിരീക്ഷകൻ ഇങ്ങനെ ഒരു ടോർച്ച് അടിച്ച് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല, ഒരു മേലങ്കി അണിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ആ ഉൾക്കാഴ്ചയോടെ ഓരോന്നിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്? പക്ഷെ നോക്കിക്കണ്ട് തുടങ്ങിയാൽ അവിടെ പലതിനെയും പതനം ആരംഭിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം മനസ്സിനെ കൂടുതൽ ക്ലാരിറ്റിയോട് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരിക്കലും മനസ്സിന്റെ ആ ക്ലാരിറ്റി നമ്മളിൽ ബോധ്യപ്പെടുത്തൂല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ് മനസ്സ്. കാരണം മനസ്സിനെ നിരാകരിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വല നെയ്ത് നമ്മളെ കുരുക്കിലാക്കിക്കൊണ്ടിരിക്കും. അതാണ് മനസ്സിന്റെ ഒരു പ്രത്യേകത. കാരണം ഇതിനകത്ത് വൈകാരികതയുടെ ഉണ്ട്, വാസനകളുടെ ഭാവമുണ്ട്, ഏത് ഉഗ്രഭാവവും എടുക്കാൻ കഴിവുള്ള ഒരു വസ്തുതയാണ് മനസ്സിനുള്ളതെന്ന്. അതിന്റെ പിൻബലം മൊത്തം അഹത്തിനാണ് ഉള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുന്ന സമയത്ത് ഇവയൊക്കെ നമ്മൾ ബോധപൂർവം നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇപ്പൊ പറയില്ലേ, ഒരു സത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ പരമാത്മ ചൈതന്യം അംശരൂപമാണ് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം അതിന്റെ ഒരു പ്രതിധ്വനി നമ്മളിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കണം. നിരന്തരം ഞാൻ അതാകുന്നു എന്ന് നിരന്തരം പറയാൻ സാധിക്കണം. ഞാൻ മനസ്സാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ലാംഗ്വേജ് തന്നെയാണ് നമ്മളത് ഞാൻ ആ പരമസത്യമാകുന്നു, എന്നിൽ കുടികൊള്ളുന്ന ആ സത്യമാകുന്നു ഇത് നമുക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ അക്സെപ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ മനസ്സിന്റെ അടുക്കൽ നമ്മൾ പ്രശ്നമായിട്ട് പോകുമ്പോൾ
അത് കൂടുതൽ സങ്കീർണമാക്കി തരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആഴ്ന്ന് നമുക്ക് ആദ്യം ആ പ്രശ്നത്തെ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ചോദിക്കാം, അറ്റ് എ ടൈം ഇതൊക്കെ സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന സാധനം അതിന് ഉപകാരപ്പെടുത്തണം. കാരണം ഗുരുജി അതാണ് പറയുന്നത്, ഈ ടീച്ചിങ്സ് ആയാലും സാധനയായാലും നമ്മൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അല്ലാതെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയല്ല സാധന ചെയ്യുന്നത്. അല്ലെ അഹം താന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അഹത്തിന്റെയും ഉയർന്നു നിൽക്കുമ്പോൾ അഹത്തിനെയും നിയന്ത്രിച്ച് നിർത്തലല്ല, നമുക്ക് ഓരോന്നിനെയും ബാലൻസിങ് ചെയ്യാൻ സാധിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്ന സാധനയിലൂടെ നമ്മൾ ആദ്യം ആർജിക്കേണ്ടത്. ഈ ബാലൻസിങ് ഇല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ ആ ഇക്വാനിമിറ്റി പറയില്ല നേർരേഖയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും? എപ്പോഴും അപ്പും ഡൗണും ആയിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. അപ്പൊ മനസ്സിന്റെ ഈ ചഞ്ചലത എന്ത് പറ്റും? ബുദ്ധിയും അതേപോലെ ചഞ്ചലത ഇതാക്കും. കാരണം അത്ര ഷാർപ്പായിട്ട് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അതേപോലെ അഹം ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കും. അപ്പൊ ഇവയെല്ലാം ചലനാത്മകത ഉള്ള ഘടകങ്ങളാണ് ഇവയെല്ലാം. അവിടെയാണ് നിരീക്ഷകൻ എന്ന് പറഞ്ഞ ചലനരഹിതനായ ആ ഘടകം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത് അവനായി ഇക്വാനിമിറ്റി സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഇക്വാനിമിറ്റിയിൽ എത്താൻ ആദ്യം ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് മുന്നോട്ട് ആ സത്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹരിയോം. ഹരിയോം. എല്ലാവരും മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സെന്ന് പറഞ്ഞാല് നിരന്തരം വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഓരോ കാര്യങ്ങളെയും എല്ലാത്തിനെയും മനസ്സ് വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സബ്ജക്റ്റും ആത്മീയതയെ പോലും മനസ്സ് അതിൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, ഇൻസിഡൻസ്. പക്ഷെ മനസ്സ് വ്യാഖ്യാനിക്കുന്നതേ ആയിരിക്കില്ല പിന്നെ സംഭവിക്കുന്നത്. ആ മനസ്സ് വ്യാഖ്യാനിച്ചത് യാതൊരു യുക്തിയും ഇല്ലാത്തത് ആണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലായിരുന്നു. വീണ്ടും ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ മനസ്സിന്റെ വ്യാഖ്യാനങ്ങളിൽ പെട്ട് ഉഴലാണ്. കാരണം തുടക്കക്കാരൻ നിലയിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഗുരുജിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു കാരണം അപ്പൊ നമുക്ക് ഈ സബ്ജക്റ്റ് എത്രമാത്രം ഉപയോഗപ്പെടുന്നു എന്നാണ്. കാരണം ഈ മനസ്സ് ഒറ്റയ്ക്ക് അകത്തിരിക്കുമ്പോഴ് മനസ്സ് നെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളുമാണ് ഈ വൃത്തത്തിലെ ശൂന്യതകൾ പല ഭാഗത്തു കൂടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാന് എന്നോട് സംസാരിക്കുന്ന രഹസ്യ ഭാഷ, ആ ഭാഷയാണ് ഗുരുജി നമുക്ക് എല്ലാവർക്കുമായിട്ട് പരസ്യ ഭാഷയായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഒരിക്കൽ പോലും എന്നെ കേട്ടിട്ടില്ല. കാരണം ഈ വൃത്തത്തിലെ ശൂന്യതയുടെ അവസാന ഭാഗത്ത് കാണാനും കേൾക്കാനും അറിയാത്തവന് എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? ഞാൻ എന്നെ കണ്ടിട്ടില്ല, എന്നെ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ സ്വയം കേൾക്കാതെ മനസ്സിന്റെ നിർവചനങ്ങളിൽ മുഴുകി നിൽക്കുന്ന എനിക്ക് എങ്ങനെ എന്റെ മുന്നിൽ മറ്റൊരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാനോ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാനോ പറ്റും? അപ്പം ഗുരുജിയും ബാലുജിയും മഹാസാധകര് അവരെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവരാരും ഇങ്ങോട്ട് സംസാരിക്കലല്ല. എന്തൊക്കെ പറയാനുണ്ടോ അത് മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി. കാരണം ഞാൻ ഇത്രയും നമ്മുടെ മുന്നിൽ വരുന്ന പല വ്യക്തികളും സാധാരണക്കാരെല്ലാം നമ്മൾ പറയുന്നത് ചിലപ്പോൾ മിക്കവരും ശ്രദ്ധിക്കില്ല, ജസ്റ്റ് കേട്ടതുപോലെ അഭിനയിക്കുകയാണ്. അവരെ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്നതിന്റെ അതൊന്നും അവർ ശ്രദ്ധിക്കാതെ അവർക്ക് എന്താണോ നമ്മളിലേക്കുള്ളത് അത് അവർ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ സിറ്റുവേഷൻ അല്ല. എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം കേൾക്കും. അതായത് വളരെ ശ്രദ്ധാപൂർവം. ആ ശ്രദ്ധാപൂർവം കേൾക്കുന്നു എന്നത് ഗുരുജി പലപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാം കേട്ടിട്ട് ഇതിന്റെ ഇടയിൽ ഗുരുജി സസൂക്ഷ്മമായ ചില ചോദ്യങ്ങൾ നമ്മളിലേക്കിടും. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അദ്ദേഹം എത്രമാത്രം നമ്മളെ കേൾക്കുന്നു, കേട്ടതിൽ നിന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഓരോ ചോദ്യശരങ്ങളാണ് ഗുരുജി നമുക്ക് നേരെ പ്രയോഗിക്കുന്നത്. അപ്പോഴാണ്, കാരണം ഇത് എന്നെ സംബന്ധിച്ച് ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പറ്റാത്തത്ര വാല്യൂ ഉള്ള സബ്ജക്റ്റുകളാണ്
കാരണം സ്വയം എന്റെ ഉള്ളിലെ ആ ശബ്ദം, അതിനെ കാണാനും കേൾക്കാനും വിവേകബുദ്ധിയോടുകൂടി മനസ്സിന്റെ വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അത് കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മുന്നിൽ വരുന്ന ഒരു വ്യക്തിയോട് സത്യസന്ധമായിട്ട് പെരുമാറാൻ പോലും കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് എനിക്ക് ഇതിൽ നിന്ന്, ഇതിന്റെ വളരെ ചെറിയൊരു കാര്യത്തോടെ എനിക്ക് മനസ്സിലാവുന്നത്. ഹരിയും ഹരിയോ, ഒരു കാര്യം പറയാനുണ്ട്. ഗുരുജി പറഞ്ഞത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ നിരീക്ഷകനെ കുറിച്ചൊരു കാര്യം അതിനെ സംബന്ധിച്ച് ഗുരുജി പറഞ്ഞായിരുന്നു. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പേ പിന്നെ രാധ, കൃഷ്ണന് മുമ്പേ രാധ, കുചേരൻ, പിന്നെ ഭൂതന, അർജുനൻ ഇവരൊക്കെ പോയാല് പിന്നെ അവരൊക്കെ ഡിഫറെന്റ് ബോധതലങ്ങളാണ്. അപ്പോ ആർക്കായിരിക്കും സത്തയെ അറിയാൻ പറ്റുന്നത്? ആരിലാണോ നിരീക്ഷകൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അവർക്കായിരിക്കും അതിട്ട് കിട്ടുന്നത്, ഇർറെസ്പെക്റ്റീവ് ഓഫ് ബോധതലം. ആ ഒരു കാര്യോട് ഗുരുജി ഇന്ന് പറഞ്ഞു തന്നെ. ആ നിരീക്ഷണന്റെ തലത്തിനനുസരിച്ചിരിക്കും സത്തയെ അറിയുന്നത്. അപ്പൊ ബോധവികാസം ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിൽ അങ്ങനൊന്നും അല്ല. ഈ നിരീക്ഷകന്റെ റോള്, നിരീക്ഷകൻ എത്രമാത്രം പ്രോമിനന്റ് ആയിട്ടിരിക്കുന്നോ അവർക്കായിരിക്കും അത് കിട്ടുന്നത്. അത് ഒരു കാര്യം നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം അതോടൊന്ന് പറഞ്ഞു തന്നെ, അതൊന്ന് ഷെയർ ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ നന്ദി അമ്മ. ഹരി ഹരിയോ.